നമ്മൾ ഡെഫിസിറ്റിനെ പറ്റിയിട്ട് അത്ര വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളതിൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഈ ഡെഫിസിറ്റിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു റവന്യൂ കമ്മീനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടും. ഡെറ്റ് ഫൈനാൻസിങ് വരുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് വരും. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് വരുമ്പോൾ ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് പോകുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കും. It gets into a vicious cycle. ഇനി നമുക്ക് ഫിനാൻസ് കമ്മീഷൻ്റെ ഇതിലേക്ക് വരാം. ഫിനാൻസ് കമ്മീഷൻ്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ എക്കണോമിക് പോളിസിയിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഒരു വിഷയം എക്കണോമിസ്റ്റുകളും പോളിസി മേക്കേഴ്സും ഡെഫിസിറ്റാണ്, സർക്കാരിൻ്റെ ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഡെഫിസിറ്റിൻ്റെ ഈ ഒരു മോഡം അത് ചെറുതായൊരു കാര്യമാണെന്നല്ല, പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു പോളിസി ചിന്തകളെല്ലാം മാറേണ്ട കാലം കഴിഞ്ഞില്ല. നമ്മൾ ഡെഫിസിറ്റിനെ പറ്റിയിട്ട് അത്ര വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഡെഫിസിറ്റ് ഉണ്ടാവണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കണം. ഇപ്പം ഡെഫിസിറ്റിന് വരാൻ എങ്ങനെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിലാവാം, റവന്യൂ കമ്മിയായിട്ട് വരാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാവാം. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ആണ് വരണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടും. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുഖാന്തരം ഉണ്ടാവുന്ന ഡെഫിസിറ്റ് ആണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റീപേയിങ് ദിസ്. അപ്പം നമ്മളതിൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഈ ഡെഫിസിറ്റിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കിയത്, അതിന്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, റവന്യൂ കമ്മി നമുക്ക് കുറയ്ക്കണം. അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സുകളുടെ ഒരു എഫിഷ്യൻറ്റ് വേ ഓഫ് കളക്ടിങ് ടാക്സസ് ആൻഡ് ഇമ്പോസിങ് ടാക്സസ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ റവന്യൂ കമ്മി കുറയ്ക്കാം. നേരെ മറിച്ച് ധനക്കമ്മി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്ന വെച്ചെങ്കിൽ അതിന് ഒരു പരിധി വരെ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം പിന്നീട് അതിനൊരു വരുമാനം വന്നിട്ട്, അപ്പോൾ ഈ ബുദ്ധിമുട്ട് എവിടെ ഉണ്ടാവുക വെച്ചെങ്കിൽ ഡെഫിസിറ്റ് ഗെറ്റ് സ്പിൽഡ് ഓവർ ടു ഡെറ്റ്. പിന്നെ ഡെറ്റ് ഫൈനാൻസിങ് വിൽ ബി എ പ്രോബ്ലം. അപ്പം നമ്മൾ എന്താ വരിക വെച്ചെങ്കിൽ ഡെറ്റ് ഫൈനാൻസിങ് വരുമ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് വരും. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് വരുമ്പോൾ ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് പോകുന്നത് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് റവന്യൂ കമ്മി കൂടിക്കൊണ്ടിരിക്കും. It gets into a vicious cycle. അപ്പോൾ ആ ഒരു റവന്യൂ കമ്മീനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ ചെന്ന് ഏതാണ്ട് കേരളത്തിന്റെ സ്ഥിതി ഈ പറഞ്ഞൊരു അവസ്ഥയിലാണല്ലോ. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് അല്ല നമ്മുടെ ചെലവുകൾ വരുന്നത്, മിക്കവാറും റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ്. ആ റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ കടമെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കേരള എക്കോണമിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഇതൊരു വലിയ വിഷയമാണ്. ഇതിനെ എങ്ങനെ കാണുന്നു സുരേഷ്? അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ. കേരള ഈസ് നോട്ട് ഏബിൾ ടു റേസ് റിസോഴ്സസ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം കേരള എക്കോണമിയെ കുറിച്ചിട്ട് വളരെയധികം പഠിച്ചിട്ടുള്ളതും നമ്മുടെ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സീനിയർ എക്കണോമിസ്റ്റ് ഡോക്ടർ KP കണ്ണൻ സാറ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ് കേരളത്തിൻ്റെ ടാക്സ് ഇൻഎഫിഷ്യൻസി. അപ്പോൾ അദ്ദേഹം അതിന് പറയണത് നമ്മുടെ 90കളുടെ പകുതി വരെ നമ്മുടെ കേരളത്തിന് ലഭിക്കുന്ന സ്വന്തം വരുമാനത്തിൻ്റെ ഏതാണ്ട് 12.5% വരെ ആണ് നമ്മുടെ ടാക്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ഈ റേഷ്യോ ഇന്നിപ്പം 7.5, 8 എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ പഴയ റേഷ്യോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് 40,000 കോടി രൂപയോളം അധിക വരുമാനം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക ചർച്ചകളിൽ പലപ്പോഴും ഈ ഒരു ആസ്പെക്റ്റിന് വേണ്ട അറ്റൻഷൻ കിട്ടാറില്ല. എങ്ങനെ കാണുന്നത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിഭവ സമാഹരണ ശേഷി ഇറ്റ്സ് നോട്ട് വെരി എഫിഷ്യൻറ്റ്. ശേഷി ഉണ്ടെങ്കിലും കൂടി നമുക്ക് പിരിച്ചെടുക്കാനായിട്ട് പറ്റാത്തതുമായി വരുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് സംസ്ഥാനങ്ങൾക്ക് വിഭവം സമാഹരിക്കാവുന്ന മേഖലകൾ ചുരുങ്ങിയപ്പോൾ പലതും കേന്ദ്രത്തിൻ്റെയിലേക്ക് മാറി, GST വന്നു, അങ്ങനെ പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഉള്ള വിഭവ സമാഹരണ മേഖലകളിൽ നിന്ന് ഊർജിതമായിട്ട് പിരിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, നോൺ ടാക്സ് റവന്യൂ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ പലതിൻ്റെയും നമുക്ക് ആദ്യം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് യൂസർ ഫീസുകളാണ്. പക്ഷേ യൂസർ ഫീസുകളും ഈ വകയുള്ള ഗവൺമെന്റ് സർവീസസിന്റെ ചാർജസും അധികം നമുക്ക് കൂട്ടാൻ പറ്റില്ല. അത് അധികം കൂട്ടിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു കോസ്റ്റ് എസ്കലേഷൻ ആയിട്ട് മാറും. ഇപ്പോൾ വെള്ളത്തിന്റെ നികുതി ആയാലും ശരി, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ നികുതി ആയാലും ശരി, അതൊക്കെ ഒരു എന്താ പറയുക കോസ്റ്റ് ഇഫക്റ്റ് ഇതായിട്ട് വരുന്ന. പക്ഷേ അതല്ലാത്ത ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് നമുക്ക് വിഭവം സമാഹരിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് കേരളത്തിൽ അത്ര ഗൗരവമായിട്ട് ചിന്തകൾ ഉണ്ടാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മാതിരി സർവീസസ് ആണ് ഇവിടെയും വലിയൊരു. അതെ, ഈ സർവീസസിന്റെ ഉള്ളിൽ തന്നെ ഉള്ള ചില മേഖലകളിൽ നിന്ന് ഇപ്പോഴും നമുക്ക് നോൺ ടാക്സ് റവന്യൂ പിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ രണ്ട് കാര്യങ്ങൾ അത് പിന്നെ ഒരു ഇക്കോണമിസ്റ്റ് എന്ന നിലയ്ക്ക് ഉള്ളതാണ്. ആഡംബര വിവാഹങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ്. ഇതൊക്കെ വലിയ വലിയ കൺവെൻഷൻ സെന്റേഴ്സ് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് വരുന്നത്. ഇതിനെല്ലാം ഒരുപാട് വെള്ളം വേണം. അതെ, പബ്ലിക് റിസോഴ്സസ് ഒരുപാട് ഉപയോഗപ്പെടുത്തും. ഇത്തരത്തിലുള്ള ആഡംബര വിവാഹങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സർക്കാരിന്, ആഡംബര വിവാഹങ്ങൾ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അത് നടത്തുന്ന ഒരു വിഭാഗം ജനത they are rich enough to pay an additional kind of a tax. അപ്പം നമ്മൾ ഇങ്ങനത്തെ മേഖലകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നോക്കണം. ആദ്യം അത് ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ചിട്ട് അതുമ്പിൽ നമുക്ക് എന്തെല്ലാം അഡീഷണൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ നോക്കണം. പിന്നെ ഈ ഓൺ ടാക്സ് റവന്യൂ, സ്റ്റേറ്റിൻ്റെ ടാക്സ് എഫേർട്ട് എന്ന് പറഞ്ഞല്ലോ, അതിപ്പോൾ കണ്ണൻ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ പണ്ട് തന്നെ 12.5 എന്നുള്ളതൊക്കെ ഇപ്പോൾ 7.5 വന്നു. അതായത് ഓൺ ടാക്സ് റവന്യൂ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ടാക്സ് റേഷ്യോ അത് കുറഞ്ഞു വരികയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. കാരണം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പൊതുവെ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം പല ടാക്സബിൾ ഐറ്റംസും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് ജി എസ് ടിയിൽ വന്നോട് കൂടിയിട്ട് അതിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വിഭവ സമാഹരണത്തിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തെല്ലാം ഐറ്റങ്ങളെ ടാക്സ് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ട് കേരളത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം നമ്മൾ അമിതമായിട്ടൊരു മേഖല ടാക്സ് ചെയ്തിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരുപാട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് കേരളത്തിൽ ടൂറിസത്തിന് ഭയങ്കര പൊട്ടൻഷ്യൽ, ടൂറിസത്തിൻ്റെ മുകളിൽ ഒരു ടാക്സ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൂറിസം എന്നുള്ളൊരു മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെ അതെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ഒരു വലിയൊരു ടൂറിസത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടെമ്പിൾ ടൂറിസമാണ്. അതെ 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 അതെ. പഴയമാരത്തെ ടൂറിസം അല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടെമ്പിൾ ടൂറിസം വരുമ്പോൾ അമ്പലങ്ങളും ഒരു പ്രത്യേക വിഭാഗങ്ങളുമാണ്, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ അറൈവലാണ് കൂടെ. അപ്പോൾ അതിലുമ്പിൽ നമുക്ക് എന്തെല്ലാം ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അതിന്ന് എന്തെല്ലാം വിഭവങ്ങൾ സമാഹരിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ടൂറിസം സെക്ടറിനെ ടാക്സബിൾ ആക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് നോക്കണത്. അപ്പം അങ്ങനെ ഓരോ സെക്ടറിൻ്റെ ഉള്ളിലും വരുന്ന മാറ്റങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു വിഭവ സമാഹരണത്തിനുള്ളൊരു പദ്ധതി തയ്യാറാക്കേണ്ട കേരളത്തിൽ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ റവന്യൂ കമ്മിയാണല്ലോ കേരളത്തിൻ്റെ പ്രശ്നം. അതെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വരവിൽ കൂടുതൽ ചെലവുണ്ട്. അതെ. ആ ചെലവുകൾ നിയന്ത്രിക്കുന്നതും വളരെ പ്രധാനമല്ലേ. ഈ ചെലവുകൾ നമ്മൾ എവിടേക്കൊക്കെയാണ് പോകുന്നത് അത് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ കമ്മീഷൻ ഉണ്ട് കേരളത്തിൽ. പക്ഷേ ആ എക്സ്പെൻഡിച്ചർ കമ്മീഷൻ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് പറയണതെന്ന് സർക്കാർ വളരെ സൂക്ഷ്മതയോടെ കൂടി പഠിച്ച് നടപ്പാക്കണം. അല്ല, നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ പ്രധാനമായിട്ടും പോകുന്നത് സാലറി, പെൻഷൻസ് പ്ലസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്നാണ്. ആൾമോസ്റ്റ് ഐ തിങ്ക് നിയർലി 80% ഓഫ് ദി സ്റ്റേറ്റ്സ് എക്സ്പെൻഡിച്ചർ ഈ ഒരു 3 കാറ്റഗറിയിലേക്കായിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ കട്ടെന്ന് പറയണത് നിർബന്ധമായിട്ടും നടപ്പിലാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ചെയ്തു. സാലറിയും പെൻഷനും നമുക്ക് അധികം മനൂവർ ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. പക്ഷേ ഇൻട്രസ്റ്റ് വി ക്യാൻ ആക്ച്വലി
റീഷെഡ്യൂൾ ലോട്ട് ഓഫ് ഡെറ്റ്സ്. അപ്പൊ നമ്മൾ കുറച്ച് സമയം കൂടി കിട്ടും നമ്മുടെ കയ്യിൽ. അതിനനുസരിച്ച് വിഭവ സമാഹരണം നടത്തിയിട്ട് നമുക്ക് ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിന്റെ ബേർഡന് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഡെറ്റ് മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് റവന്യൂ സൈഡിൽ. ക്യാപിറ്റൽ സൈഡിൽ ഇപ്പോൾ നമുക്ക് എന്താ പറ്റുന്ന വെച്ചെങ്കിൽ ഇപ്പോൾ കിഫ്ബി വഴിയൊക്കെ എടുത്തിട്ടുള്ള പല ലോണുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺസ് കിട്ടാത്ത ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഈ എടുത്ത കടങ്ങൾ തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഈ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കണില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് കടത്തിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാഗ്രത വേണം. ഒന്ന്, വിഭവ സമാഹരണ മേഖലയിൽ ജാഗ്രത വേണം. രണ്ട്, ഈ എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നെ ഇപ്പം നമ്മുടെ സാലറീസ് ഇതിൽ നമുക്ക് വലുതായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ നമുക്ക് നമ്മുടെ ഇപ്പം ഗവൺമെൻറ് സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാം എന്നൊക്കെയുള്ള നിലയിലേക്കുള്ള ചില ഡ്രാസ്റ്റിക്കായ ചിന്തകൾ വേണ്ടി വരത്തില്ലേ? അത് വേണ്ടി വരും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് റിസോഴ്സസ് റേസ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഗവൺമെന്റ് ഹാസ് ടു റിയലി കാരണം നമുക്ക് ഇതിന്റെ ചില സിംറ്റംസ് ഓൾറെഡി കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം KSRTC പോലുള്ളൊരു സ്ഥാപനത്തിന് അവർക്ക് റെഗുലറായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, റെഗുലറായിട്ട് സാലറി കൊടുക്കാൻ കഴിയുന്നില്ല. അതൊരു സിംറ്റമാണ്. കാരണം നാളെ അത് മറ്റ് മേഖലകളിലേക്കൂടെ വ്യാപിക്കാവുന്നതേ ഉള്ളൂ. കാരണം അതെല്ലാം തന്നെ ഈ നിലയിലുള്ള വളരെ വൾണറബിളായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്, സ്റ്റേറ്റ് ഇറ്റ്സെൽഫ്. ആ സാഹചര്യത്തിലാണ് നമുക്ക് ചില ഡ്രാസ്റ്റിക്കായ ചിന്തകൾ വേണ്ടി വരുമെന്ന് പറയുന്നത്. അതിപ്പം നാളെ നടപ്പിലാക്കണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പോളിസി മേക്കേഴ്സിൻ്റെ ഇടയിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിലും എക്കണോമിസ്റ്റുകളുടെ ഇടയിലും എല്ലാം അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് തന്നെ തുടങ്ങേണ്ടതല്ലേ? സേവന മേഖലകളിൽ എന്തെല്ലാം സേവനങ്ങളിൽ സർക്കാർ ഊന്നൽ നൽകണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ചിന്ത വേണം നമുക്ക്. ഇപ്പോൾ KSRTC പോലത്തെ ഒരു ഇതിൽ ചില റൂട്ടുകളിൽ KSRTCക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ചില റൂട്ടുകൾ ലാഭം കുറവായിരിക്കും, അതൊരു സേവനമാണ്. അപ്പോൾ സർക്കാർ ഏത് നിലനിർത്തണം, എങ്ങനെ നമുക്കൊരു പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ചില റൂട്ടുകളിൽ നിന്ന് അധിക ലാഭമുണ്ടാക്കി മറ്റു റൂട്ടുകളെ സബ്സിഡൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ പോണു പലപ്പോഴും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു റൂട്ടിൽ, ഇപ്പോൾ KSRTC പറ്റി പറയുമ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടിൽ ഒരു പ്രത്യേക സീസണിൽ കുറച്ചധികം ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കണം. ശബരിമല സീസണാണെങ്കിൽ പമ്പയിൽ പോകുമ്പോൾ. പക്ഷെ അതൊക്കെ വളരെ താൽക്കാലികമാണ്. അതല്ലാതെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ തന്നെ ഓവർഹോൾ ചെയ്തിട്ട് ഒരു സസ്റ്റൈനബിൾ ആയ ഒരു സ്ട്രീം ഉണ്ടാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സേവന മേഖലകളിലെ മോഡേണൈസേഷൻ വളരെ അത്യാവശ്യമാണ്. സേതു ഇപ്പോൾ KSRTC തന്നെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ തൊട്ട അയൽ സംസ്ഥാനമായ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നോക്കും. അവരുടെ ഫ്ലീറ്റ് ഫെയർ വ്യത്യാസമുണ്ട്. പക്ഷേ ലോങ് ഡിസ്റ്റൻസിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലീറ്റ് വേറെയാണ്, ഷോർട്ട് ഡിസ്റ്റൻസസിന് വേറെയാണ്, ടൗൺ വിതിൻ സിറ്റി വേറെയാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, ടിക്കറ്റ് ബുക്കിംഗ്. എവിടെയൊക്കെ നമുക്ക് അങ്ങനെ ടെക്നോളജീനെ യൂസ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ നമ്മളതിനെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നടത്താൻ പറ്റും, അതൊരു കാര്യം വളരെയധികം നമ്മൾ ആലോചിക്കണം സേവന മേഖലയിൽ. കാരണം ഈ വിഷയത്തിൽ നിൽക്കുമ്പം തന്നെ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ, 16ാം ധനകാര്യ കമ്മീഷൻ ഈ വർഷം മുതലായിരിക്കും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. അപ്പോൾ അതിൽ ഈ ധനകാര്യ കമ്മീഷനുകളെ കുറിച്ച് കേരളത്തിന് നിരവധി പരാതിയുണ്ട്. എൻ്റെ ഓർമ്മയാണെങ്കിൽ 1987 മുതൽ ഉള്ള പരാതിയാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പരാതികളുണ്ട്. അപ്പോൾ ഈ കമ്മീഷനെ കുറിച്ചിട്ട് ഓൾറെഡി തന്നെ ഒരുപാട് അതിൻ്റെ ഒരു കമ്പോസിഷനെ കുറിച്ചിട്ടും എല്ലാം തന്നെ ഒരുപാട് ഒബ്ജക്ഷൻസും ക്രിറ്റിസിസങ്ങളും എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും അവരുടെ ഒരു ഇത്, എങ്ങനെയാണ് സുരേഷ് കാണുന്നത്? ഈ ധനകാര്യ കമ്മീഷന് 2-3 ചാലഞ്ചസ് ഉണ്ട്. ഒന്ന്, കൃത്യമായിട്ടുള്ള കണക്കുകൾ പലതിനെ പറ്റിയിട്ടും നമ്മുടെ മുന്നിൽ ഇല്ലാതെയാണ്.
ഓക്കെ. ഫോർ എക്സാമ്പിൾ സെൻസസ് തന്നെ ഇല്ല, പോപ്പുലേഷൻ ഡാറ്റ ഇല്ല. അപ്പോൾ നമ്മൾ പോപ്പുലേഷന് വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏത് വർഷത്തെ പോപ്പുലേഷനാണ് നമ്മൾ എടുക്കേണ്ടത്? അതൊരു വലിയൊരു ചോദ്യമായിട്ട് മാറും നമുക്ക്. രണ്ടാമത്തെ കാര്യം, ഈ ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ മൊത്തം മൈഗ്രേഷൻ ഹാസ് ഇൻക്രീസ് ട്രെമൻഡസ്ലി. ഓക്കെ. ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അപ്പോൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് തൊഴിലിന് വേണ്ടി പോകുമ്പോൾ ആ വ്യക്തിയുടെ പല ആവശ്യങ്ങളും ആ സംസ്ഥാന സർക്കാർ നിറവേറ്റേണ്ടതായിട്ട് വരും. ഓക്കെ. ഓക്കെ. അതിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കാൻ പോകണമെന്നുള്ളൊരു പ്രശ്നമായിട്ട് വരും. അതെ, അതായത് ഇപ്പം കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്ന ബംഗാളികളോ അല്ലെങ്കിൽ ജാർഖണ്ഡുകാരോ ഇവരുടെ എല്ലാവരുടെയും പല ആവശ്യങ്ങൾ കേരളമാണ് കേരള സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം. അപ്പോൾ ഈ ഒരു മൈഗ്രേഷൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഇത്രയും വ്യാപകമായിട്ടുള്ള നടക്കുന്ന ഒരു സമയത്ത് അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണമെന്നുള്ളത് ഒരു വലിയൊരു ചാലഞ്ചായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ മൈഗ്രേഷനോടനുബന്ധിച്ച് അർബണൈസേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ റാപ്പിഡ് പേസ്. അതെ. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അർബണൈസേഷൻ ഇസ് അറ്റ് എ വെരി ഹൈ റേറ്റ്. അർബണൈസേഷനും മൈഗ്രേഷനും ലിങ്ക്ഡ് ആണ്. അപ്പോൾ അർബണൈസേഷന് പുതിയ ചാലഞ്ചസ് ആണ്. അതിനെ എങ്ങനെ നമ്മൾ, ഫോർ എക്സാമ്പിൾ, അർബൻ ഹൗസിംഗ് ഈസ് എ ബിഗ് ചാലഞ്ച്, അർബൻ അമ്യൂണിറ്റീസ് എ ബിഗ് ചാലഞ്ച്. ഓക്കെ. അപ്പോൾ ഈ അർബണൈസേഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണു എന്നുള്ളതിനെ ഒരു പ്രധാനപ്പെട്ട റോളുള്ളത് ലോക്കൽ ബോഡീസിനാണ്. അർബൻ ലോക്കൽ ബോഡീസിനാണ്. സ്യൂവേജ് സിസ്റ്റമായാലും ശരി, അർബൻ വാട്ടർ സപ്ലൈ സിസ്റ്റമായാലും ശരി, എല്ലാം ലോക്കൽ ബോഡീസിൻ്റെ ഒരു വേണം. അപ്പോൾ ഈ ലോക്കൽ ബോഡീസിന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണോ ഇതിൽ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് സാധാരണഗതിയിൽ ധനകാര്യ കമ്മീഷനുകളുടെ പരിഗണനയിൽ വരുന്നത് അല്ലെങ്കിൽ നേരിട്ട് അവരിട്ട് വരുന്നില്ല. അതിൽ ചില സ്പിൽ ഓവർ ബെനിഫിറ്റുകളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷന് മുന്നിൽ ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ചില ഇഷ്യൂസാണത്. അപ്പോൾ ഈ ലോക്കൽ ബോഡീസിൻ്റെ ഫൈനാൻസസിനെ പറ്റിയിട്ട് ആദ്യം സംസ്ഥാനങ്ങൾ അത് പഠിക്കണം. അപ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസ് ആദ്യം ഉണ്ടാവണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഫൈനാൻസ് കമ്മീഷൻസ് ഇല്ല. പല സംസ്ഥാനങ്ങളിലും ഫൈനാൻസ് കമ്മീഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസിലുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാനങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. അർബണൈസേഷൻ കഴിഞ്ഞ് നാലാമത്തെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് എൻവയറമെൻറ്റ്. എൻവയറമെൻറ്റിൽ നമുക്ക് മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ആസ് വെൽ ആസ് അഡാപ്റ്റിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച് രണ്ട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ കൃഷിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കൃഷി പൊരുത്തപ്പെട്ടു പോകണം. അതെ. അതിനു വേണ്ട ചെലവുകൾ എന്തെല്ലാമാണ് അത് മനസ്സിലാക്കണം. അതേസമയം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇപ്പോൾ പൊടുന്നതിനുണ്ടാവുന്ന മഴ, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, നമ്മുടെ ഇപ്പോൾ എപ്പോഴും ഉള്ളൊരു ടേമാണ് മേഘവിസ്ഫോടനങ്ങൾ, അതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ. ആ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒരു റീജിയൻ റീകൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചിലവുകളുണ്ട്. അതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു? അപ്പോൾ ഈ 4 വിഷയങ്ങൾ ഈ ധനകാര്യ കമ്മീഷന് വലിയ വെല്ലുവിളിയായിരിക്കും. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള മൊത്തം റിസോഴ്സസ് എങ്ങനെ വിഭജിക്കണമെന്നുള്ളതാണ്. ആ ഡെവല്യൂഷനകത്ത് വളരെ ക്രിട്ടിക്കലായി വരുന്ന മേഖലകളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ഡെവല്യൂഷനെ കുറിച്ചിട്ട് തന്നെ ഇപ്പോഴും വലിയ ഇതുണ്ടാണ്. ഇപ്പം നമുക്ക് മറ്റേ 50-50 എന്ന് പറയുന്ന ഒരു ഫോർമുല പോലും ഇതുവരെ അക്സെപ്റ്റബിൾ ആയിട്ടില്ല. അപ്പം എന്തായിരിക്കും ഈ കാര്യത്തിൽ സുരേഷ് കരുതുന്നത്? ഏതൊരു ഫെഡറൽ സിസ്റ്റത്തിലും ഈ റിസോഴ്സ് ഡെവല്യൂഷൻ എത്തുമ്പോൾ ഫ്രിക്ഷൻസ് ഉണ്ടാവും. അതില്ലാത്ത ഒരു ഫെഡറൽ സിസ്റ്റം ഇല്ല. പക്ഷേ ഇപ്പോഴുള്ള മാനദണ്ഡങ്ങളിലെ മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് വരുന്നൊരു പരാതി, ഇപ്പോൾ ഈ ഗുഡ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആർ പീനലൈസ്ഡ്, അതെ എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ ആണെങ്കിൽ ആ പരാതി തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ധനകാര്യ കമ്മീഷൻ വളരെ ഗൗരവമായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നത് ഈ സെസ്സുകളുടെ കാര്യത്തിലാണ്. കാരണം ഈ സെസ്സുകൾ ഇറ്റ്സ് നോൺ ഡിവൈസിബിൾ പൂൾ എന്ന് പറയും. അതെ അതെ അതെ, അത് വിഭജിക്കേണ്ട ആവശ്യമില്ല. അത് കേന്ദ്രം കയ്യിൽ വയ്ക്കുകയാണ്. അപ്പം അതിന്ന് എന്തെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ചില സെസ്സുകൾ കൊടുക്കണം എന്നുള്ളതെന്ന് വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ സെസ്സുകളെ പറ്റിയിട്ട് സമഗ്രമായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ FRBM ആക്ട് നമ്മൾ പണ്ട് കൊണ്ടുവന്നു, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധികൾ, സംസ്ഥാനങ്ങളുടെ ധനവിനിയോഗങ്ങൾ, ഇതിനെല്ലാറ്റിൻ്റെയും ചില മാനദണ്ഡങ്ങൾ വന്നു. ആ FRBM ആക്ട് നമ്മൾ പിന്നീട് ഒന്നും കൂടി 2017-18 വർഷങ്ങളിൽ ഒന്നും കൂടി വി ഹാഡ് റീലുക്ക് അറ്റ് ദാറ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി റീലുക്ക് ചെയ്യേണ്ട ഒരു സമയമായി ഇപ്പോൾ. കാരണം സംസ്ഥാനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വേറെ തരത്തിലായിട്ട് വരികയാണ് നമ്മൾ. ഓക്കെ. കാരണം പോപ്പുലേഷൻ ഈസ് ചേഞ്ചിങ്, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നടക്കുകയാണ്, അതിനനുസരിച്ച് സംസ്ഥാനങ്ങളുടെ ചെലവുകൾ കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ ധനകാര്യ കമ്മീഷനിൽ അവർ അതിനെ ഒന്ന് വളരെ ഗൗരവത്തോടു കൂടി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാലാമത്തെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾക്കൊപ്പം തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനുകളെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ളൊരു അവലോകനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സംസ്ഥാന ധനകാര്യ കമ്മീഷനുകൾ ഉണ്ടെങ്കിലാണ് ലോക്കൽ ബോഡീസിന് ഫണ്ടുകൾ വരുള്ളൂ. കാരണം സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് ലോക്കൽ ബോഡീസിന് എന്താണ്, എത്രത്തോളം ഡെവല്യൂഷൻ വരും എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നമ്മൾ മുൻപുള്ള ധനകാര്യ കമ്മീഷൻ കണ്ടപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനുകളെ ബൈപ്പാസ് ചെയ്ത് അർബൻ ലോക്കൽ ബോഡിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാനുള്ള ചില പ്രവണതകൾ കണ്ടായിരുന്നു. സെൻട്രലൈസേഷൻ അതല്ലാതെ കണ്ട് സ്റ്റേറ്റ് വഴി എത്രത്തോളം വിഭജിക്കപ്പെടും എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ധനകാര്യ കമ്മീഷൻ ചില ശുപാർശകൾ ഉണ്ടാവുമെന്നാണ്. കാരണം അർബൻ ലോക്കൽ ബോഡി ഫൈനാൻസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിനിപ്പോഴത്തെ സ്ഥിതിയിൽ തുടർന്നു കൊണ്ടുപോയി പറ്റാത്തൊരു ഇതിലേക്കെത്തി. അവസാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മൾ കുറേ വെട്ടി ചുരുക്കി ആ പദ്ധതികൾ, പക്ഷെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വരുമ്പോൾ എന്താണ്ടാവുക വെച്ചെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് എപ്പോഴും തോന്നും കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ പരിധികൾ കടന്നു കയറുകയാണ് എന്നുള്ളത് തോന്നും. അതിൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൽ കുറച്ച് മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഒരു ഫെഡറൽ സെറ്റപ്പിൻ്റെ ഒരു നിലനിൽപ്പിന് തന്നെ സെൻട്രും സ്റ്റേറ്റും യോജിച്ച് പ്രവർത്തിക്കണം. അത് ഇപ്പം ഉദാഹരണത്തിന് എന്താണ് ഗ്രാമീണ റോഡുകൾ, അതാണ് പ്രൈം മിനിസ്റ്റർ ഗ്രാമീണ റോഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതിന് ആവശ്യമില്ല, ഡൽഹിയിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ഈ കേരളത്തിലെ ഗ്രാമീണ റോഡ് എങ്ങനെയാണ് വരേണ്ടത്. അതെ. അപ്പോൾ ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിൻ്റെ ഒരു അമിതമായിട്ടുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു ഫെഡറൽ സെറ്റപ്പിൻ്റെ ഇറ്റ്സ് നോട്ട് എ ഹെൽത്തി കൈൻഡ് ഓഫ് ടെൻഡൻസി. അപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രവണതയിൽ നിന്ന് മാറണം. അതായത് നമ്പർ ഓഫ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ഈവൻ ഫർദർ. അതിന് പകരം അത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് സംസ്ഥാനങ്ങളെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എപ്പോഴും പണ്ട് മുതൽക്ക് തന്നെ കേന്ദ്രം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ദ സ്റ്റേറ്റ്സ് ഡോണ്ട് ഹാവ് ദ കപ്പാസിറ്റി എന്ന് പറയും. പക്ഷേ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി. അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കോവിഡിന്റെ സമയത്ത് കണ്ടു, ആക്ച്വലി ദ കപ്പാസിറ്റി ഈസ് വിത്ത് ദ സ്റ്റേറ്റ്സ്. ഈ ലോക്ക്ഡൌൺ എല്ലാം സ്റ്റേറ്റ് ലെവലിലാണ് അത് നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ഹാവ് ദ കപ്പാസിറ്റി. അപ്പോൾ സ്റ്റേറ്റുകളെ നമ്മൾ കൂടുതൽ വിശ്വാസത്തിലെടുത്ത് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ എണ്ണങ്ങളും അതിന്റെ രീതികളെയും കുറച്ച് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT എന്നുള്ളതിന് സംസ്ഥാനങ്ങൾക്ക് അതിനൊരു പങ്ക് വേണം. അപ്പോഴാണ് നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒരു ഹെൽത്തി ഫെഡറൽ സിസ്റ്റമായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ് എൻ്റെ. ഇത്തവണ ഈ ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കാം. ഇപ്പം നമ്മുടെ ഇത്തവണത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന അദ്ദേഹം കേരള മോഡലിൻ്റെ ഒരു ആരാധകനല്ല, അത് മാത്രമല്ല ഒരു ക്രിട്ടിക് കൂടെയാണ്. അപ്പം കേരളത്തിന് ഫേവറബിൾ ആവുന്ന തരത്തിലുള്ള ഒരു സാധനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേരളം സ്ഥിരം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനത്ര ഫേവറബിൾ ആവുമെന്ന് തോന്നുന്നില്ല.
അപ്പം ഞാൻ പറയുന്നത് കേരളം ആ നിലയിൽ നമ്മളൊരു ക്രൈ ബേബി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഏത് നിലയിലായിരിക്കും നമ്മുടെ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കേണ്ടത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെ കുറ്റം പറയുന്ന ഒരു ഇതിന് ഇനിയിപ്പോൾ പരിമിതികളുണ്ട്. കാരണം ഇത് കേരളത്തിന്റെ മാത്രം വിഷയമല്ല. തമിഴ്നാടിന് ഇതേ പ്രശ്നങ്ങളുണ്ട്, കർണാടകത്തിന് ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു വി ഹവ് റീച്ച്ഡ് എ ലിമിറ്റ് ഓഫ് ദാറ്റ്. ഇനി അതിനപ്പുറം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, വിഭവ സമാഹരണത്തിൽ നമുക്ക് എന്തെല്ലാം കൂടുതലായിട്ട് ഇനി ഏതെല്ലാം മേഖലകൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് സമഗ്രമായിട്ട് ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെൽഫെയർ മോഡലിൻ്റെ ഉള്ളിൽ തന്നെ, കേരളത്തിൻ്റെ ഒരു വെൽഫെയർ മോഡലാണ് വെൽഫെയറിസം ഇൻ എ ഡിഫറെൻറ്റ് ഫോം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കൂടിയും ആ വെൽഫെയർ മോഡലിൻ്റെ ഉള്ളിൽ തന്നെ ഇക്കണോമിക് ഗ്രോത്തും എംപ്ലോയ്മെൻറ്റും കൂട്ടാനായിട്ടുള്ള ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് നോക്കണം. കാരണം ഇക്കണോമിക് ഗ്രോത്ത് കൂടിയാലാണ് നമുക്ക് തൊഴിൽ കൂടുള്ളൂ, ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം കൂടുള്ളൂ, അപ്പോഴാണ് ഇവിടെ എക്സ്പെൻഡിച്ചർ കൂടുള്ളൂ, സർക്കാരുകൾക്ക് കൂടുതൽ ചെലവുണ്ടാവുള്ളൂ. നമ്മുടെ വെൽഫെയർ തന്നെ നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു ഇതായിട്ട്. അതെ. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്താണെങ്കിൽ, ഒരുപാട് ചെറുപ്പക്കാരെ കേരളത്തിൻ്റെ പുറത്തേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകണം, പഠിക്കാനായിട്ട് പോകണം, പല ആവശ്യങ്ങൾക്കായിട്ട് അവർ കേരളത്തിൻ്റെ പുറത്തേക്ക് പോവാണ്. അതിലൊരു മാറ്റം വരുത്താനായിട്ട് കേരളം ശ്രമിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ കേരളത്തിന് ഒരുപാട് വരുമാനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, വി ഹാവ് ടു ഡു അവർ ഹോംവർക്ക്. നമ്മളിപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ കേരളത്തിന് എത്ര കാശ് കിട്ടാണ്ടെന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും ഓരോ കണക്കായിട്ട് വരും. അത് ശരിയാവില്ല. സോ വി ഹാവ് ടു ഡു അവർ ഹോംവർക്ക് ഇൻ ടേംസ് ഓഫ് ദ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെന്റ്. ആ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെന്റിൽ വരുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടെങ്കിലാണ് നമുക്കത് ചോദിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. അത് പല സമയത്തും നമുക്കത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഏതാണെന്ന് അറിയാതെ പോകണം. അതാണ് പലപ്പോഴും പല കണക്കുകൾ വരുന്നു. അപ്പൊ അതിലൊരു മാറ്റം നമുക്ക് ഇനി അടുത്ത ധനകാര്യ കമ്മീഷന് മുന്നിൽ നമ്മൾ പോകുമ്പോഴേക്കും അത് വി ഹാവ് ടു ഗെറ്റ് ദാറ്റ് റൈറ്റ്. ഞാനൊരു 87 മുതലുള്ള കണക്ക് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പറയുന്ന ചില കണക്കുകളുണ്ട്. നമ്മുടെ പോപ്പുലേഷൻ്റെ നമ്മൾ ഇതാണ്, നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി, മറ്റേ നമ്മുടെ കേരള മോഡലിൻ്റെ എല്ലാ പോസിറ്റീവായ സാധനങ്ങൾ, ഇതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം തരണമെന്നുള്ളത്. പക്ഷേ അപ്പം മറ്റവർ പറയും നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ മറ്റേതിൽ കൂടുതലാണ്, നിങ്ങളുടെ ഇത് അങ്ങനെ അത് അതിനപ്പുറത്തേക്ക് നമുക്ക് വി ഹാവ് ടു എന്താണ് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയണ ഒരു സാധനത്തിൻ്റെ വി ഹാവ് ടു സീരിയസ്ലി തിങ്ക് അബൌട്ട് ദാറ്റ്. അതിൽ നമുക്കിപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റാത്തതിന് എന്താണ് കാരണം വെച്ചെങ്കിൽ വി ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഗ്രോത്ത്. അല്ലേ, നമുക്ക് ഗ്രോത്ത് വേണം, പക്ഷെ ദാറ്റ് ഗ്രോത്ത് ഷുഡ് നോട്ട് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് അവർ എൻവയറമെൻറ്റ് ഓൾസോ. അതെ, അവിടെയാണ് നമ്മൾ റിയലി വി ഹാവ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഫോർ എക്സാമ്പിൾ, ഇത്ര അധികം ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് why can't we have very high-tech services coming in? Okay. നമ്മൾ പറയുന്നത് വാക്സിൻ നിർമ്മാണശാല, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തുകൊണ്ട് കേരളം ഒരു അട്രാക്റ്റീവ് ലൊക്കേഷൻ ആവണില്ല? വി ഹാവ് ഹെൽത്തി വെരി ക്ലീൻ പീപ്പിൾ. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഹൈജീൻ ലെവൽസ് ആർ വെരി ഹൈ. അപ്പോൾ അങ്ങനത്തെ നിഷ് ഏരിയാസ് എന്താണ്? ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഇവിടെ വരാനായിട്ട് നല്ല പോസിബിലിറ്റി ഇല്ലേ? നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ, വാട്ടർ അവൈലബിലിറ്റി ആൻഡ് ഓൾസോ മീൻസ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എമർജിങ് സെക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ചാനലൈസ് ചെയ്താൽ നമ്മുടെ വളർച്ച നിരക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ വളർച്ച നിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡയസ്പൊറ മലയാളി കമ്മ്യൂണിറ്റി അതിൽ ഇൻവോൾവ് ചെയ്യിക്കേണ്ടത് ഒരുപക്ഷെ ഒരു പോളിസി ലെവലിൽ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CMD ഒരിക്കലും നമ്മളോട് പറയുകയുണ്ടായി, കൊച്ചിൻ ഷിപ്പ്യാർഡിനെ അവർക്ക് ഒരു ആദ്യത്തെ 2 ഓർഡർ അബുദാബിയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും പിന്നെ യൂറോപ്പിൽ നിന്നും അതിനെ സഹായിച്ചത് അവിടെ വർക്ക് ചെയ്ത മലയാളികളായി.
അതിൽ ചിലരൊക്കെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് പോയവരും അവിടെ ജോലിക്ക് പോയവരായിരുന്നു. അവരുടെ ഒരു ഇത് ലിങ്കേജ് വളരെയധികം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഒരു പക്ഷേ ലോകത്തിലെ ഹൈടെക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികൾ ഉണ്ടാവാം. ഒരുപാടുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും പഠിക്കേണ്ടത്. ചൈനീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. അത് അവരായിരുന്നു അവിടുത്തെ ചൈനയുടെ ഒരു സാധനം ട്രിഗർ ചെയ്തത്. അതെ, അതുമാതിരി മലയാളികൾ, ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട്. അതിന് പറ്റുന്ന നിലയിലുള്ള ഒരു പോളിസി എൻവയറമെന്റ് ഇവിടെ ഉണ്ടാവും. നമ്മൾ പിന്നെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ വേൾഡ് ബാങ്ക് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ചു പോയി. ഇനിയിപ്പോൾ നമ്മൾ അത് പറയണതിന് പിന്നെ കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഈസ് ഓഫ് ലിവിംഗ് രണ്ടും കൂടി ഒരുമിച്ച് വേണമെന്ന്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നയങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ഥിരത വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫോക്കസ് വളരെ അത്യാവശ്യമാണ്. ഫോക്കസ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം മേഖലകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു നയരൂപീകരണം വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൃത്യത വേണം. കേന്ദ്രത്തിലും അത് തന്നെയാണ് ആദ്യമൊക്കെ പറ്റിയത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് സെക്ടേഴ്സാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് നോ കൺട്രി ക്യാൻ ആക്ച്വലി ഡെവലപ്പ് ഇൻ സോ മെനി സെക്ടേഴ്സിലെ. നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിലൊക്കെ പറയുന്നത് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് നോക്കണം. അത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഹോംവർക്ക് കേരളത്തിൽ സൗത്ത് കൊറിയ ആയാലും ചൈന മോഡലായാലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പം അറിയാം അവർ ഏതെല്ലാം മേഖലകളിലാണ് ഫോക്കസ് ചെയ്തത്, അവിടെ നിന്നാണ് പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഗ്രോത്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻസ് കമ്മീഷനായിട്ടുള്ള ബാർഗെയിനിങ്ങിലും നമുക്ക് വിൽ ഹാവ് ആൻ അപ്പർ ഹാൻഡ്. അതെ, നമുക്ക് പറയാം. നമ്മുടെ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു വളർച്ചാ നിരക്ക് വന്നു കഴിഞ്ഞാൽ ഈ ധനക്കമ്മികളും കുറയും. കാരണം അപ്പോൾ ടാക്സ് വരുമാനം കൂടും. ടാക്സ് വരുമാനം കൂടുമ്പോൾ നമ്മുടെ ഈ പെൻഷനും ശമ്പളം അതിനൊക്കെ ഉള്ള ചെലവ് അതിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം, നമ്മുടെ കടമെടുപ്പിനെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കണം. എങ്ങനെ, എവിടുന്ന്, എപ്പോൾ എടുക്കണം, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കണം, അതിനെ പറ്റിയിട്ടൊരു വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക ഇതിനെക്കുറിച്ചിട്ടുള്ള ഡിബേറ്റ് മുഴുവൻ ഇത് ചെയ്യുന്നത് കടമെടുക്കാനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് നമുക്ക് അതിന് അവകാശം വേണ്ടെന്നല്ല. അതെ. പക്ഷേ ഈ സുരേഷ് പറഞ്ഞതുപോലെ ഇതിനെ എങ്ങനെയാണ് ഇതിലൊരു എഫിഷ്യൻസി എങ്ങനെ കൊണ്ടുവരാം? അതെ, കടം എടുക്കണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ കടം വേണോ? ഓക്കെ, അതിനെ പറ്റിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊരു ഈ മാക്രോ എന്നൊരു മൈക്രോ വ്യൂയിലേക്ക് വരികയാണെങ്കിൽ, ഒരു കുടുംബത്തിലത്തെ ആരും എന്നെ കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കലഹിക്കില്ല. പക്ഷെ ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് കടം എടുക്കേണ്ടത് പ്രധാനമാണ്. അതിന് പക്ഷേ ചില പരിധികളുണ്ട്. ആ പരിധികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കടം എടുക്കണം. അതിനെ പറ്റിയിട്ട് കേരളം ശരിക്കും ചിന്തിക്കണം. അതിന്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. നമുക്ക് ഇനി ഭാവിയിലും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്.